അപ്പോൾ അന്ന് വേറൊരു പ്രശ്നം വലുതായിട്ട് എന്നെ അലട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം.എസ്. വിശ്വനാഥനും യേശുദാസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പം ഞാൻ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയിൽ, ഞാൻ നിർമ്മിക്കുന്ന ആദ്യ സിനിമയിൽ യേശുദാസിന് പാട്ടില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ വിശ്വേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനും യേശുവും ഞങ്ങൾ സഹോദരന്മാരെ പോലെ കഴിയുന്നവരാണ്. അപ്പം എൻ്റെ ആദ്യ സിനിമയിൽ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യ സിനിമയിൽ യേശുദാസ് പാടുന്നില്ലെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വേട്ടനോട് പറഞ്ഞു, വിശ്വേട്ടനറിയാമല്ലോ, വിശ്വേട്ടൻ്റെ സ്വഭാവം വളരെ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവനോടൊരു വിരോധമില്ല, നീ അവനെ കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ നിർത്തുന്ന ഞാൻ പഠിക്കാം. അപ്പോൾ പാടാൻ പറഞ്ഞ് യേശുദാസിനെ ഞാൻ വിളിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വിളിക്കില്ല. പക്ഷേ കാരണം അവനായിട്ട് ഇറങ്ങിപ്പോയതാണ്, ഞാൻ ഇറക്കി വിട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തമ്പി യേശുദാസിനെ മൈക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തി തരിക, എനിക്കൊരു വിരോധമില്ല, ഞാൻ ട്യൂൺ പറഞ്ഞു കൊടുക്കും, പാടും, അങ്ങനെ. അപ്പോൾ അങ്ങനെയാണത്. വളരെ ആദ്യം യേശു സമ്മതിച്ചില്ല. അപ്പം നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത ആളിനെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ആളെ മ്യൂസിക് ആക്കില്ല, വേറെ എത്ര പേര് മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആദ്യം യേശു പറഞ്ഞു. പക്ഷേ ഞാൻ യേശുവിനെ പറഞ്ഞു, കാരണം യേശുവിൻ്റെ അമ്മച്ചിയാണ്, അത് നീ പാടിയേ പറ്റൂ, തമ്പിയുടെ പടത്തിൽ നീ പാടിയേ പറ്റൂ. അങ്ങനെ ആണ് യേശു വന്ന് പാടുന്നത്. അപ്പോൾ അത് യേശു അങ്ങനെ ഒരു പാടിയുള്ള ഗുണം കിട്ടി. യേശു വന്ന് ആദ്യം പാടിയത് പുഷ്പാഭരണം വസന്തദേവന് തിരുവാഭരണം എന്നുള്ള പാട്ടാണ്. അതാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത്. പുഷ്പാഭരണം തിരുവാഭരണം പുഷ്പാഭരണം പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം പുൽക്കൊടി തോറും പുതുമഞ്ഞുരുകിയ രത്നാഭരണം രത്നാഭരണം കവിയുടെ കരളിൽ കവിതാമലരാ കനകാഭരണം കനകാഭരണം പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം. ഹംസധ്വനി രാഗത്തിൽ പുഷ്പാഭരണം എന്ന് തുടങ്ങുന്ന ഈ ഗാനം, ആ വരികൾ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ മാക്സിമൈസ് ചെയ്യുന്ന എക്സ്പ്രഷൻസാണ് എം.എസ്.വി കൊടുത്തിരിക്കുന്നത്. അത് ആലാപനം അതിനെ എന്താ പറയണ്ടേ, അതിൻ്റെ 100 101% എത്തിക്കും എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. യേശുദാസ് സാറ് പാടിയിട്ടുണ്ട്. ഉദയപർവത ശിഖരപഥങ്ങളിൽ ഉപവന സൽക്കാരം ഉദയപർവത ശിഖരപഥങ്ങളിൽ ഉപവന സൽക്കാരം നിറമാല ചാർത്തും നവരംഗദീപ്തി തൻ നിശബ്ദ സംഗീതം അനാദിമധ്യാന്ത ചൈതന്യയാത്ര തൻ അനാദിമധ്യാന്ത ചൈതന്യയാത്ര തൻ ആനന്ദ സത്യസ്മിതം ആനന്ദ സത്യസ്മിതം.